സിംപ്ലി മിത്രൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ കുമ്പളങ്ങ ഞങ്ങളെ സ്വന്തം തേന്ന് ഇപ്പം പറിച്ചത്. നെല്ലിക്കാൻ്റെ മരത്തിന് വിട്ടിട്ടുണ്ടായ നെല്ലിക്കാൻ്റെ മരത്തിലായ കുമ്പളങ്ങ ഒന്ന് പറിച്ചിനി. ഇത് മറ്റേ കുഞ്ഞു കുമ്പളങ്ങ, വലിയ സൈസല്ല, ഇത് ചെറുതന്നെ ഇത്ര കന്നാണ്. ഇത് പുളിങ്കറി വെക്കാം മറ്റന്ന്. അപ്പോൾ എൻ്റെ കുഞ്ഞിന് ധ്രുവന് പുളിങ്കറി ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഓനിപ്പോൾ പുളിങ്കറി തിന്നാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് റെഡി ആയ പോലെ കാത്തിട്ടുണ്ട്. അത് വേനിപ്പളെ തിന്നണമെന്നുണ്ട്. അപ്പോൾ വേനൊരു പുളിങ്കറി വെച്ചത്. അപ്പോൾ ഞങ്ങൾക്ക് കുമ്പളങ്ങ മുറിക്കാം. ഇത് വെളിഞ്ഞത് അറിയണമെങ്കിൽ ഇങ്ങനെ ഇതിൻ്റെ ഇപ്പം ഞങ്ങൾ വെണ്ണൂർ ചൂടുന്ന നെല്ല് ഇങ്ങനെ വെണ്ണൂർ ചൂടിയോണ്ട് ഇത് വെളിഞ്ഞിട്ടുണ്ടാവും നിൽക്കുന്നത്. സുറുത്ത കുമ്പളങ്ങ ഇത് ഇതാറുണ്ടായിട്ട് അതിൽ സുറു പറിച്ച എന്താ നോക്കി പിന്നെ മുറിക്കാം. പാകമായി വെളിഞ്ഞിന് വിത്തലം കാണുമ്പോൾ നല്ല വെളിഞ്ഞാണ് കന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇവിടെ ഇത് ഓടും പറവാക്കും. അപ്പം ഇപ്പം ഞാൻ ആക്കുന്നില്ല, വേറെ 2-3 കറിയുണ്ടുണ്ട്. ഇല്ലെങ്കിൽ ഒറ്റടി പൈലോടെ ഓട് മുറിച്ചെങ്കിൽ ഓട് വറവാക്കാൻ നല്ലതാണ്. അപ്പോൾ ഇന്ന് ഞാൻ തെളുപ്പിലെടുക്കണം. കുറച്ച് പൈലോടെ മുറിച്ചെങ്കിൽ നല്ല വറവ് സുക്ക എല്ലാം ആക്കാം വീട്ടിൽ. അത്ര ഇന്നിപ്പോൾ മുറിക്കുന്നില്ല ഞാൻ. ഇത് ഞങ്ങൾ നട്ടിട്ടായതെന്തല്ല ഈ കുമ്പളങ്ങ. പച്ചമുളകിൽ വെള്ളം ഇട്ടിട്ടാകുമ്പോൾ ഞങ്ങൾ പച്ചക്കറിൻ്റെ വെള്ളം വീട്ടിൽ തന്നെ പച്ചക്കറിൻ്റെ വെള്ളം ആക്കുന്നത് അതിലായത്. പച്ചമുളകെല്ലാം മയക്കെല്ലാം ബടുക്കായിട്ട് പോയി. കുമ്പളങ്ങയുടെ തൈ നല്ലതായി. അങ്ങനെ നെല്ലിക്കൻ്റെ മരത്തെ കളിക്കിട്ട് കൊടുത്തത് 5-6 കായ ഉണ്ട് ഇപ്പോൾ. ഇത് സുറുത്ത കായ്. അപ്പം മുറിച്ചിട്ട് നല്ല പാങ്ങലൊരു പുളിങ്കറി ആക്കാം. അപ്പോൾ തൊലിച്ചിട്ട് പാങ്ങല കവിറ്റ് കൊണ്ടതിന് ഇനിയിപ്പോൾ മുറിക്കാം. നമുക്ക് എത്രക്കിൻ്റെ പിസ്സാക്കാം പുളിങ്കറിക്ക്. അത് നെയ്ക്കുമ്പോഴോ ഇപ്പോൾ ഈ സമയത്ത് ജാസ്തി വരുന്ന നമ്മളെ നവരാത്രിൻ്റെ അപ്പോൾ ആയുധ പൂജക്കൽ ഇതേ കുമ്പളങ്ങ എല്ലാവരും എടുക്കുന്നത്. ചെറുതെങ്കിലും നല്ല ഇറച്ചിയുണ്ട കുമ്പളങ്ങ ഇത്. ഇതൊക്കെ ഞാൻ 2 പച്ചമുളക് എടുത്തിന് വേനിടാൻ. കുമ്പളങ്ങ മുറിച്ചിട്ടായിന് വേഗം വെക്കാം. ഒരു ഗ്ലാസ് വെള്ളം ഇടാം. കുറച്ച് പച്ച പിന്നെ ഉപ്പിട്ടിട്ട് കൊടുക്കാം. ഉപ്പിട്ട് വെക്കാം കുറച്ച് നേരം. അപ്പോൾ കുമ്പളങ്ങ വേകുമ്പോൾ ഞങ്ങൾക്ക് അരിപ്പ് റെഡിയാക്കാം. ഞാനിവിടെ ഒരു ചെറിയ തേങ്ങ എടുത്തിന്, 4 പച്ചമുളക് ഇട്ടിന്. ഇത് 2 ചുവന്ന മുളക്. ഇത് കാരത്തിനല്ല വള്ളിമുളക്. ഒരു ഇത് ഇട്ടിട്ട് നല്ല കളർ പാങ്ങല കാണുന്നു, അതിനോടിട്ട് ഇട്ടിന്. പിന്നെ ഇനി കുറച്ച് മഞ്ഞപ്പൊടി പാങ്ങലിടണം. ഞങ്ങളെ വീട്ടിൽ തന്നെ ആയ മഞ്ഞൾ അങ്ങനെ വീട്ടിലായതിനെ വേവിച്ചിട്ട് ഉണക്കിയിട്ട് പൊടിച്ചിട്ടുണ്ട്. ഇത് ഇപ്പോഴേ നല്ലോണം ഇടണം. പിന്നെ മോരിടാം. പുളിങ്കറിക്ക് പുളി ഇട്ടിട്ട് വെക്കാം, തൈര് ഇട്ടിട്ട് വെക്കാം. ഞാനിപ്പോൾ ഇന്ന് മോരിട്ടിട്ട് ആക്കുന്നത്. മോരോ തൈരോ വീട്ടിലില്ലെങ്കിൽ പുളി ഇട്ടിട്ട് വെക്കാം. പിന്നെ അരച്ചിട്ടെടുക്കാം. നല്ലോണം മതിയണത്തില്ല. പച്ച നല്ലോണം ഇതൊക്കെ കയ്യിലിട്ട് കൊടുക്കാം. പുള്ളടിക്കാനായിട്ട് പിടിച്ചില്ലാന്ന്. ഇനി കുറച്ച് ഉപ്പിട്ടിട്ട് കൊടുക്കാം. ഉപ്പിട്ടിന് ഇത് ഇവിടെ എല്ലാം പുളിങ്കറിക്ക് അരക്കുമ്പോൾ ഓരോരുത്തർ ജീരകലം കടുവിടും മണത്തിന്. ഞാൻ അതൊന്നും ഇടലില്ല. ഞാൻ അതിന് പോരത്തിന് ഇത് കുമ്പളങ്ങ വേകുമ്പോൾ ഇങ്ങനെ അരിയാം ചപ്പല ഇങ്ങനെ ഇടിക്കോട് ഇട്ടിട്ട് കൊടുക്കും. ഇടിയോടെ ഇടുന്ന എന്തെങ്കിലും ചിലപ്പോൾ ഇതിൻ്റെ ഇല അത്ര ഇഷ്ടമാകുന്നില്ല. അപ്പോൾ ബന്ധിട്ട് കറിയല്ല പിന്നെ ഇടിയോടെ അങ്ങനെ എടുക്കാനും കഴിയും. അപ്പോൾ ഇത് നല്ല വേകട്ടെ ഒരു പിടി അരിയം ചപ്പൻ്റെ മണലിളകട്ടെ. ഇത് ബന്ധിനും തോന്നുന്നു. തുറന്ന് നോക്കാം. ബന്ധിന് നല്ല കണ്ണാടി പോലെ അതിന് നമുക്ക് അരിപ്പിടാം. അരിപ്പ് നല്ല മതിഞ്ഞ അരിപ്പല്ല, ഒരു ഭാഗം മതിഞ്ഞങ്ങ് മതി. കുറേ മതിയണറ്റില്ല. ഇനി ഈ പാത്രത്തിലേക്ക് കുറച്ച് മോരിട്ടിട്ട് അതിനെ ഒഴിച്ച് കൊടുക്കാം. ഇത് ജാസ്തി പുളിയില്ലാത്ത മോരാണ്ട് ഞാൻ മോരന്നെ ഇട്ടില്ല. അങ്ങനെ നിങ്ങൾക്ക് മിക്സിക്ക് വെള്ളം ഇട്ടിട്ട് ഇട്ടിട്ട് കൊടുക്കുക. കുറേ വെള്ളമാണത്തില്ല. ഒരു വക ഇങ്ങനെ വന്നെങ്കിൽ മതി. ഇത് നല്ലൊരു കളർ വരുന്നതാ. ആ ചുവന്ന മുളക് 2 ഇട്ടുകൊണ്ട് നല്ല കളർ വന്നില്ല. വെളുത്തിട്ട് കാണട്ടെ. കുറച്ച് പതുക്കട്ടെ. കുറേ നല്ലോണം പതുക്കണത്തില്ല. ഇപ്പിടി പത വരട്ടെ. മോരിട്ട കറി കുറേ പതുക്കണത്തില്ല. കറി പതുക്കുമ്പോൾ ഞങ്ങൾക്ക് കലം പുറം റെഡിയാക്കാം. ചട്ടി ചൂടായിന് ഒരു പിടി തേങ്ങ ഇട്ട്
കുറച്ച് കടു ഇട്ടിട്ട് കൊടുക്കാം. കടു പൊട്ടാനായി എൻ്റെ ചുവന്നമുളിടുക. അത് കരിയാമ്പച്ചപ്പല ഇവിടെ ഉണ്ടായിരുന്നു. എനിക്ക് മറന്നു പോയി. ഇപ്പോൾ ഇക്കട്ട് തേട്ടിക്ക് നോക്കാം. പുല്ലൊട്ടൻ കരഞ്ഞ നല്ല മണം. കടു പൊട്ടുമ്പോൾ പുല്ല് പൊട്ടും തോന്നുന്നു. മറന്നതും ഉലിയാൻ പൊട്ടി മതി. ഓഫാക്കാം. കരുത പച്ചയുണ്ട്. കുറേ മീത്ത പറഞ്ഞിട്ടില്ല. പച്ചിട്ട് ഇതിനെ ഇട്ടിട്ട് 2 മിനിറ്റ് പൊത്ത മണം പോണ്ട. അപ്പോൾ കാസർഗോഡ് സ്റ്റൈലിൽ ഒരു പുളിങ്കറി റെഡിയായിന്. നല്ല പാങ്ങ് കാണുന്നുണ്ട് കളറെല്ലാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മളെ ധ്രുവ കുഞ്ഞിന് ഇനി ടേസ്റ്റ് ആക്കാൻ കൊടുക്കാം. അങ്ങനെ കാത്തോണ്ടുണ്ട് ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ധ്രുവൻ പുളിങ്കറിയിൽ ചോറ് വയ്ക്കാൻ റെഡിയായിന്. മാം പുങ്കരി ഇവന് 11 മാസമായി. ഇപ്പോൾ ഞങ്ങൾ ഒരു 8 മാസം 9 മാസം പിന്നെ ചോറ് കൊടുക്കാൻ തുടങ്ങിയത്. സാധാരണ എല്ലാ പച്ചക്കറിയും വേവിച്ച് കൊടുക്കും. അപ്പോൾ ഇപ്പോൾ കറിയാക്കിയിട്ട് കൊടുക്കുന്നു. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായിരിക്കും കുമ്പളങ്ങ പുളിങ്കറി. പിള്ളേർക്ക് നല്ലത് കുമ്പളങ്ങ വേവിച്ചിട്ട് കൊടുത്താൽ നല്ലത്. ഒരു 10 മാസമെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ചപ്പക്കറി പുളിങ്കറിയിലാക്കിയിട്ട് കൊടുക്കാം. പുങ്കറി നല്ലുണ്ടാ? പുങ്കറി നല്ലുണ്ടാ? നല്ലുണ്ട് പറ. പുങ്കറി നല്ലുണ്ട് പറ. നല്ലുണ്ട് പറ.